ഇപ്പൊ രേണു അതുപോലെ തന്നെ അവർ പോയി രജിസ്റ്റർ ചെയ്യുക എന്താന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനവിടെ നിന്ന് എനിക്കൊരു ലണ്ടൻ പ്രോഗ്രാം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലണ്ടനിലൊക്കെ പോകാനായിട്ട് ആദ്യമായിട്ട് ചാൻസ് പറഞ്ഞത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് സാജു നവോദയ പുള്ളിയുടെ ടീമിലോട്ട് തന്നെ ഇങ്ങനെ കോമഡി ഫെസ്റ്റിവൽ എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിലോട്ട് വന്നിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടില്ല. വെച്ചടി കയറ്റമായിരുന്നു സുധിച്ചേട്ടന് സാജു നവോദയയുടെ ഒക്കെ ട്രൂപ്പിലൊക്കെ വന്നതിന് ശേഷമേ. അതിനു മുമ്പും ലണ്ടൻ ട്രിപ്പ്. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ പുള്ളിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സാജുവിൻ്റെ ഒക്കെ ആ ഒരു ട്രൂപ്പിലെത്തി നന്നായിട്ട് ജീവിതം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ സുധിച്ചേട്ടൻ കാണുന്നതും രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടിയതും സുധിച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് രേഷ്മ പി തങ്കച്ചൻ വലതുകാല് വെച്ച് കടന്നങ്ങോട്ട് വരുന്നതും. അതിനുശേഷം പിന്നെ കുത്തനെ ഇറക്കമായിരുന്നു ആ പുള്ളിക്ക്. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ പറ്റും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. സുധിച്ചേട്ടൻ പുള്ളി രേഷ്മ പി തങ്കച്ചനുമായിട്ടുള്ള ആ ഒരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ ആണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിനകത്ത് പുള്ളി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഞാനായിട്ട് ഇനി ഉണ്ടാക്കിയെടുത്താണെന്നൊന്നും ആരും പറയണ്ടേ. അതില് പുള്ളി പറയുന്ന കേട്ടോ, ലണ്ടനിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആള് വെറുതെ പോയി അങ്ങോട്ട് ചെയ്യുമോ? ഇല്ലെങ്കിൽ ഒരു പൈസയും കിട്ടാതെ പുള്ളിക്ക് തിരിച്ച് വീട്ടിൽ കയറേണ്ട ഒരു അവസ്ഥ വരുമോ? എനിക്ക് തോന്നുന്നില്ല. ആ സമയത്തൊക്കെ നല്ല കാശ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ രേഷ്മ പി തങ്കച്ചൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്ക് ഒരുപാട് പരിപാടികൾ, എന്തിന് സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികൾ ഉണ്ടായിട്ട് പോലും പുള്ളി കടത്തിന് മേൽ കടമായിരുന്നു. പുള്ളിയുടെ മരണസമയത്ത് ഉൾപ്പെടെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പും പുള്ളി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കോൺട്രവേഴ്സിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഗതി. ഇപ്പതാ ഒരുപാട് ആളുകൾ, ഞാൻ കുറച്ചു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു, നമ്മുടെ സായി സീക്രട്ട് ഏജന്റിനോട് ഷാലു പയ്യാട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ്. അതിലും ഷാലുവിൻ്റെയും കാശ് മേടിച്ചിട്ടുണ്ട് എന്നാണ് ആ വോയിസ് ക്ലിപ്പിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടാതെ നിമിഷ ബിജോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. എല്ലാവരുടേതും ഓടി നടന്ന് സുധിച്ചേട്ടൻ കാശ് മേടിക്കുമായിരുന്നു. എന്തിന്? രേഷ്മ പി തങ്കച്ചനെ പോറ്റാൻ. ഒന്ന് ആലോചിച്ച് നിങ്ങൾ, ഒരു കല്യാണം, അതും ഒരു നല്ല പാർട്ട്ണർ അല്ല നമ്മുടെ കൂടെ വരുന്നതെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ ഒക്കെ ഉണ്ടാവും മനുഷ്യന്. ഞാൻ നല്ല പാർട്ട്ണർ അല്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. കാരണം ഞാനിത് പറയാനായിട്ടുള്ളൊരു കാരണവും ഞാൻ വ്യക്തമാക്കാം. അതായത് ഈ രേഷ്മ പി തങ്കച്ചൻ്റെ ഇവർ തമ്മിലുള്ള മറ്റേ കല്യാണം രജിസ്റ്റർ ചെയ്തതിൻ്റെ മറ്റേ സർട്ടിഫിക്കറ്റ് ഉടായിപ്പ്, അങ്ങനെയുള്ള കുറേ കഥകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ 2 ദിവസമായിട്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്നാൽ രേഷ്മ പി തങ്കച്ചൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. അത് നമുക്കൊന്ന് വൃത്തിക്ക് പൊളിച്ചു കൊടുക്കാം. ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സോ +2 വരെ കണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. തീരെ വിദ്യാഭ്യാസം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. +2 വരെ കണ്ട് അവർ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമാണ്. അവരെന്തൊക്കെയോ കോഴ്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ നേഴ്സിങ്ങിന് പോയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തില്ല, മറ്റേതിന് പോയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മറിച്ചതിന് പോയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇവർ പറയുന്നതാണ്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട്? അല്ലെങ്കിൽ ഇവരോട് പഠിച്ച ആരെങ്കിലും നമ്മളെ ഒന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ലടേ, ഇല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും സുഹൃത്തുക്കൾ ആ ഒരു പഠിച്ച സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയുന്നതിനകത്തുനിന്ന് ഇവരുടെ ഉള്ളിലെ കള്ളത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ഞാൻ നല്ല വ്യക്തമായിട്ട് പൊളിച്ചടുക്കി തരാം ഈ വീഡിയോയിൽ. അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എനിക്ക് നിങ്ങളെ കാണിക്കാറുണ്ട്. അത് വേറൊന്നുമല്ല, സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ അവർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് നമുക്ക് രേണു സുധിയെ പൊളിച്ചടുക്കാം. എൻ്റെ മോൻ സ്നേഹിച്ച പെണ്ണിനെ അവരുടെ അച്ഛനും കൂടെ പോയാണ് ഞാനും കൂടെ കൊണ്ടുവന്നത്. മൂത്ത വൈഫിനെ. അപ്പൊ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനുമായിട്ടാണ് ഞങ്ങൾ പോയി കൊണ്ടുവരുന്നത്. അവര് വാടാനപ്പള്ളിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നു. അല്ലാതെ അടിച്ചിറക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ രേണു അതുപോലെ തന്നെ അവര് പോയി രജിസ്റ്റർ ചെയ്തോ എന്താന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവരിവിടെ താമസിച്ചിരുന്നത്, കുഞ്ഞുമൊക്കെ ആയിട്ട് ഇവിടെ താമസിച്ചിരുന്നത്. ഇളയ കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ഞാനും എൻ്റെ മരുമോളും മക്കളും ഒക്കെ കൂടെ പോയി കണ്ട്. കേട്ടല്ലോ നിങ്ങള്, ആദ്യത്തെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന കാര്യവും പറയുന്നുണ്ട്. അതായത് മരിച്ചുപോയ സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയെ പറ്റിയും പറയുന്നുണ്ട്, രേഷ്മ പി തങ്കച്ചനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇവര് രജിസ്റ്റർ ചെയ്തോന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ അമ്മ പറയുന്ന കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനലാണോ? ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാൻ പറയില്ല അത് ഒറിജിനൽ അല്ല എന്ന്. നമുക്കറിയത്തില്ല. അത് കണ്ടിട്ട് ഞാൻ 1-2 പേരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, ഫോട്ടോ കാണത്തില്ല. ചില ഈ ഒരു ഇവര് നമ്മുടെ എന്താ അതിന് പറയുന്നത്,
ഈ രജിസ്റ്റർ മാരേജ് കഴിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു കിട്ടുന്ന ഇതിനകത്ത് ഡോക്യുമെന്റിനകത്ത് ചിലർ പറയുന്നു അതിനകത്ത് ഫോട്ടോ കാണത്തില്ല, ചിലർ പറയുന്നു ഫോട്ടോ കാണും, പിന്നെ ഡേറ്റ്സ്, അതിന്റെ ഒക്കെ കുറെ ക്ലാഷസ് ഉണ്ട്. നമ്മൾ അന്വേഷിക്കുമ്പം അത് ഏകദേശം ശരിയാണെന്നും പറയുന്നു, എന്നാൽ ഭൂരിഭാഗം പറയുന്നു അത് ഉടായിപ്പാണെന്ന് പറയുന്നു. സത്യാവസ്ഥ നമുക്ക് അറിയില്ല, അതൊക്കെ തെളിയണം. ഞാനിപ്പോൾ അത് തെളിയിക്കാനായിട്ടൊന്നും ഇറങ്ങി പോകുന്നില്ല. നേരെ മറിച്ച് ഈ അമ്മ പറയുന്ന കേട്ടല്ലോ, വീട്ടുകാർക്ക് പോലും അറിയത്തില്ല സുധിച്ചേട്ടൻ ഇതിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കല്യാണം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പറഞ്ഞുള്ള അറിവുകളാണ് പലതും, മനസ്സിലായില്ലേ? നമുക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ ആരുടെങ്കിലും, അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെയും രേണു സുധിയുടെയും അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെയും എന്തെങ്കിലും കല്യാണ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങും കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. വോട്ടവർ, ഞാൻ കൂടുതലൊന്നും അതിനകത്ത് ചെയ്യാൻ പോകുന്നില്ല. ആ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ കൂടുതലൊന്നും ഇനിയും പറയുന്നില്ല. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. രേണു സുധിയുടെ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ വിദ്യാഭ്യാസത്തെ പറ്റി അവർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിടത്ത് അവർ പറഞ്ഞതാണ്. പിന്നെ ഫ്ലവേഴ്സിൽ വെച്ചിട്ടും അവർ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ അതൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി. മന്ത്രി സാറ് വാസവ സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാമെന്ന്, അപ്പം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനെല്ലാം നടക്കുക. അപ്പം ഞാൻ അത് ഓക്കെ ആക്കാന്ന് പറഞ്ഞു. സാറാണ് പറഞ്ഞത് ജോലി തരാമെന്ന് പറഞ്ഞു. എന്താണ് പഠിച്ചേക്കണത്? ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എൻ്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. കേട്ടല്ലോ നിങ്ങൾ. മന്ത്രി ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും കേട്ടല്ലോ. ഇനി മന്ത്രി പറ്റിച്ചെന്നായിരിക്കും നാളെ പറയുന്നത്, നമുക്കറിയത്തില്ല. അതൊക്കെ പോട്ടെ. ചേച്ചി എന്ത് വേണമെങ്കിലും ചേച്ചി പറയും, പക്ഷെ അതൊക്കെ വിട്. ചേച്ചിയുടെ വാഗുകൊണ്ട് ചേച്ചി പറയുന്നത് കേട്ടല്ലോ. 10th-ൻ്റെയും +2-ൻ്റെയും സർട്ടിഫിക്കറ്റേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ അതിനുശേഷം ചെയ്ത കോഴ്സുകളുടെ ഒന്നും ഒരു കോഴ്സും കംപ്ലീറ്റ് ആക്കിയില്ല. കേൾക്കുക, കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് അവരുടെ വാഗുകൊണ്ട് അവർ പറയുന്നുണ്ട്. ഒരു കോഴ്സും കംപ്ലീറ്റ് ആക്കാത്ത ഒരാൾക്ക്, ഏവിയേഷൻ ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയെങ്കിലേ ആ കോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ജോലി കിട്ടത്തുള്ളൂ, അല്ലേ? ഇവിടെയൊക്കെ അങ്ങനെയാ, എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാ കേട്ടാ. ഇനിയും അവരുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു കോഴ്സ് എടുത്താൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ പണി കിട്ടത്തുള്ളൂടെ. പക്ഷെ ഇവർ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇവർ തന്നെ പറയുന്നു. ഇവർക്ക് എങ്ങനെയാടാ ഈ എയർ ഇന്ത്യയിലൊക്കെ ജോലി കിട്ടുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ഇവര് തന്നെ പറയുന്നേ. അതൊന്ന് കേട്ടോ, പണ്ട് ഫ്ലവേഴ്സിൽ പറഞ്ഞു വെച്ചിരുന്നേ. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറ, അല്ലെങ്കിൽ ഇവര് കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം, അല്ല സോറി മാറി സുധിക്കുട്ടം പറയണ പോലെ, എല്ലാം തുതിക്കുട്ടം പറയുന്ന പോലെ. ഇനി തുതിക്കുട്ടം ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകത്തില്ല. അല്ല, ജോലിക്ക് പോകണമെങ്കിൽ ജോലി കിട്ടണ്ടേ ചേച്ചി? അതിന് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിരിക്കണ്ടേ? പ്രത്യേകിച്ച് എയർ ഹോസ്റ്റസ് ഒക്കെ ആയിട്ട് ബാംഗ്ലൂർ പണിയെടുത്തു, ട്രിവാൻഡ്രത്ത് പണിയെടുത്തു, അതും എയർ ഇന്ത്യയിലൊക്കെ പണിയെടുത്തെന്നാ പറയുന്നത്. എയർ ഇന്ത്യക്കാരൊക്കെ അല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല മുട്ടൻ പണി കിട്ടും. ഞാൻ പറഞ്ഞേക്കാം, ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ പണിയെടുത്തെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങിയാൽ ചേച്ചി നല്ല പണി കിട്ടും, ഓർത്തോ. അധികം വൈകാതെ വന്ന് മാപ്പ് പറഞ്ഞു, അയ്യോ എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലേ, ഞാൻ ചുമ്മാ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞാണെന്ന് വന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് 10ാം ക്ലാസ്സും +2 മാത്രമേ ഉള്ളൂ, അതിനുശേഷം ചെയ്ത കോഴ്സിനൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല. നിങ്ങൾ തന്നെ പറയുന്നു കംപ്ലീറ്റ് ചെയ്തില്ല. നിങ്ങൾ തന്നെ വേറെടുത്ത് പറയുന്നു നിങ്ങൾ എയർ ഹോസ്റ്റസ് ആയിട്ട് നിങ്ങൾ ബാംഗ്ലൂർ തോളി ചെയ്തു. എന്തിനാ ചേച്ചി? നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തെറി വിളിക്കാനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അല്ല, നമ്മൾ ആരും മറ്റേ കുത്തിത്തിരുകി എടുക്കുവല്ല, ഇവിടുന്ന് വെടിവെച്ചിടുവല്ല, മനസ്സിലായോ? നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് നിങ്ങൾക്ക് തിരിച്ച് വള്ളിയായിട്ട് വരുന്നത്. ഇത് ഈ സ്ത്രീക്ക് ഞാൻ കുറെ തവണ പറഞ്ഞാടേ, ഇത്തിരി ബോധം വിവരമുള്ള ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവർ തന്നെയാണ് ഇവരുടെ കുഴി തോണ്ടുന്നതെന്നുള്ളത്. ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഒരു ഈ നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒപ്പിച്ചു വെക്കുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പോൾ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർക്കതൊരു ഒരു മോശം കാര്യമാണ്. എയർ ഇന്ത്യക്ക് തന്നെ മോശമാണ്, അല്ലേ? ഇവരിങ്ങനെ വന്നിട്ട് പറയുന്നു, ഒരിടത്ത് ഇവർ പറയുന്നു ഇവർക്ക് വിദ്യാഭ്യാസമില്ല, ഇവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വേറൊരിടത്ത് പറയുന്നു ഞാൻ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനത്തെ പറ്റി ഇപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും? ഓക്കെ, അവിടെ കോഴ്സ് സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലെങ്കിൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ആൾക്ക് പോലും ഒരു ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എയർ ഇന്ത്യ. ചിന്തിക്കത്തില്ലേ? കുറച്ചു പേരെങ്കിലും, അത്യാവശ്യം ബോധമുള്ളവരും ചിന്തിക്കത്തില്ല, ഇവരുടെ കള്ളത്തരമാണെന്ന് പിടി കിട്ടും. പക്ഷെ അത് ആ ഒരു സ്ഥാപനത്തിന് നാണക്കേടാണ്. അവരെന്തെങ്കിലും ലീഗലി മൂവ് ചെയ്താൽ ചേച്ചി പെടും, ഉറപ്പുള്ള കാര്യമാണ്, പെടും. ചെറിയ കാര്യമൊന്നും ആയിരിക്കത്തില്ലത്.
അതുകൊണ്ട് ഇനിയെങ്കിലും നേരത്തെ പറഞ്ഞു വെച്ചത് പോട്ടെ, ഇപ്പോഴും ഈ കയറി കണ്ട ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ചു കൂവാറില്ലേ, ഇനിയെങ്കിലും നോക്കിയും കണ്ടും കാര്യങ്ങൾ പറയുക, മനസ്സിലായ? ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഇവരുടെ ഈ കടമേടിയിൽ ഇതേ ആ വ്യക്തി, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച്, പുള്ളി തന്നെ കൊടുത്ത ഇന്റർവ്യൂവിൽ പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളി ഇങ്ങനെ വെച്ചടി മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുക, നല്ല വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇവർ ചെന്നതിന് ശേഷമാണ് ഒരുപാട്, അതും ഇപ്പോൾ ഈ നിമിഷ ബിജോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ കേട്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തത്. അതിനകത്ത് അവരും പറയുന്നുണ്ട് സൂചന ആദ്യമേ വിളിച്ച് കാശ് കൊടുക്കുന്നു എന്നിട്ട് നേരെ ഫോൺ കൊടുക്കുന്നത് വാവൂട്ടൻ്റെ ഇല്ല, വാവൂട്ടനാണ് പിന്നെ സംസാരിക്കുന്നത് കാശിന്റെ ഡീലിങ്സ് ഒക്കെ. ഇപ്പൊ ഷാലുവിന്റെ ഒരു ഓഡിയോ കേട്ടപ്പോൾ അതിനകത്തും, ഷാലു ചേട്ടന്റെ ഓഡിയോ കേട്ടപ്പോൾ അതിനകത്തും അങ്ങനെയാണ് പുള്ളിയും പറയുന്നത്. ഞാനത് വീണ്ടും ഓഡിയോ കേൾപ്പിക്കാത്തതാണ്, അത്യാവശ്യം ഇവിടെ ഇന്നലെയൊക്കെ കിടന്ന് കറങ്ങിയാൻ തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തത്. അതിനകത്തും പറയുന്നത് ഇതാ, ആദ്യമേ സൂചേട്ടൻ വിളിക്കും, കാശ് ചോദിക്കും, അതിന് ശേഷം നേരെ ഭാര്യയുടെയിലോട്ട് കൊടുക്കും. ഇതിനകത്ത് പുള്ളി മരിച്ച് മേളിലാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, പുള്ളിയുടെ ബ്രില്യൻ്റ് ഒരു ഗെയിമായിരുന്നു. ആദ്യമേ വിളിച്ച് കാശ് കൊടുക്കും, എന്നിട്ട് നേരെ ഭാര്യയുടെയിലോട്ട് കൊടുക്കും. ഭാര്യ പിന്നെ എല്ലാം നൈസായിട്ട് ആ ചേട്ടാ മൊത്തത്തിൽ കടമാ ചേട്ടാ, വീട്ടിൽ അരി മേടിക്കാൻ കാശില്ല, ഇത് പറഞ്ഞ് നാട്ടുകാരുടെ നിന്ന് കാശ് മേടിക്കുക. ഇപ്പോൾ ഈ അടുത്തായിട്ടൊക്കെ നമ്മുടെ ഈ രേഷ്മ തങ്കച്ചൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ദാനം കിട്ടിയ വീട്ടിലാണ് ജീവിക്കുന്നതെന്ന്. ഇവരുടെ ജീവിതമേ ഒരു ദാനമാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതമേ ഒരു ദാനമാണ്. പണ്ട് തൊട്ടേ എല്ലാവരുടെയും എരന്ന് മേടിക്കുക. ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എനിക്കൊന്നും അയാൾ മര്യാദയ്ക്ക് അങ്ങോട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ. മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്ര മാന്യനാണെന്നൊന്നും ഞാൻ പറയുന്നില്ലേ, ഇരിക്കുക, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യമാണ്. അതൊക്കെയാണ് നമ്മൾ അറിയുന്നത്, എല്ലാവരും അറിയുന്നുണ്ട്. പിന്നെ ആരും പുള്ളി മേളിലായതുകൊണ്ട് മാത്രം ആരും ഒന്നും പറയാത്തതാണ് അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് കഥകൾ പുള്ളിയുടെ പുറത്ത് വരുന്നുണ്ട്, അതൊക്കെ ഞാൻ അതിനകത്തോടൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, നോക്കുന്നുമില്ല. പക്ഷെ ഇതാണ് സത്യം. ഇതിനകത്തൊരു ഭൂരിഭാഗം പങ്കും ഈ രേഷ്മ പി തങ്കച്ചനാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ വന്നതിന് ശേഷമാണ് ഈ കടവ അങ്ങോട്ട് മേടിച്ചു കൂട്ടാൻ തുടങ്ങിയത് എല്ലാവരുടെ തോന്നുന്നു. അതിന് മുന്നേ ആരും കടം മേടിച്ചതിനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടില്ല. പിന്നെ ഇയാളുടെ പൈസയൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യത്തിന്, മറ്റേ കോവിഡിന്റെ സമയത്ത് എങ്ങാണ്ട് ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തു, അത് പോയി, ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ അതിന് ശേഷവും ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ കൈ കാണത്തില്ലേ മനുഷ്യനാകുമ്പോഴത്തേക്ക്, എന്തെങ്കിലുമൊക്കെ. അതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും സംശയം, ഈ പൈസയൊക്കെ എവിടെ എന്ത് ചെയ്തു? രേഷ്മ പൈ തങ്കച്ചൻ ഇനി എല്ലാം കൂടെ കട്ടിലടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, നമ്മുടെ മറ്റേ അവാർഡ് ഒളിപ്പിച്ച് വെച്ച പോലെ എന്നുള്ള സംശയങ്ങളൊക്കെ വരും. ഇതൊക്കെ രേഷ്മ പി തങ്കച്ചന്റെ നേരത്തോട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെ. രേഷ്മ പി തങ്കച്ച അല്ലെങ്കിൽ തങ്കണ്ണൻ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ആരാണെങ്കിലും രേഷ്മ പി തങ്കച്ചനെ അറിയാവുന്ന ആളുകളാണെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇതാണ് സംഗതി. വന്നിരുന്ന് പറയുമ്പം ഓരോടത്തും കയറി ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പം നാട്ടുകാർ ഇത് കുത്തിപ്പൊക്കി എടുത്ത് സംസാരിക്കും, ചർച്ചാ വിഷയമാകും. അപ്പൊ പിന്നെ നമ്മുടെ നെന്തത്തോട്ട് കുതിര കയറാൻ വന്നിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? മോളുടെ വായ, രേഷ്മ പി തങ്കച്ചന്റെ വായ ഒന്ന് അടക്കി വെക്കാൻ പറയുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായം. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട്, താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.